പിതൃതർപ്പണ പുണ്യത്തിലാണ് കേരളത്തിലെ പലയിടങ്ങളിലായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. എല്ലാവരും വിവിധ സ്ഥാനഘട്ടിലാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകാമല്ലേ? അതെ, ഉറപ്പായി. കേരളം ഇന്ന് പിതൃതർപ്പണ പുണ്യത്തിലാണ്. വീടുകളിലും ഒക്കെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലുമെല്ലാം പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ആലുവ, മണപ്പുറം, തിരുവല്ലം, പരശുരാമ ക്ഷേത്രം, ശംഖുമുഖം, വർക്കല പാപനാശം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറം തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലുമെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകണം. വിവരങ്ങളുമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തന്നെ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ നിന്നും ശ്യാമപ്രസാദ്, കൊല്ലം തിരുമുല്ലവാരത്തു നിന്നും എം മനോജ്, ആലുവ മണപ്പുറത്തു നിന്നും മിഥുൻ, അയ്യപ്പൻ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്നും ശിവദാസ് കന്മനം, ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ശംഖുമുഖത്തിലേക്ക് പോകാം അല്ലേ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ ദിലീപ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപേ, രാവിലെ മുതൽ തന്നെ തലസ്ഥാനത്തൊക്കെ വലിയ ഗതാഗത തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്താണ് ശംഖുമുഖത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ? എങ്ങനെയാണ് പിതൃക്കളെ ഓർക്കാനായി അവിടെയുള്ളവരൊക്കെ ഒത്തുകൂടുന്നത്? ശംഖുമുഖത്ത് നിന്ന് ലഭിക്കുന്ന ആ പിതൃതർപ്പണവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ പങ്കുവയ്ക്കും. അശ്വതി രാഗി, അതിരാവിലെ തന്നെ ഇവിടെ പിതൃതർപ്പണത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെയും ബജറംഗ് ദളിന്റെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ സജ്ജമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം അശ്വതി സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് ഗതാഗത സൗകര്യത്തിന് വേണ്ടിയും എല്ലാ രീതിയിലുള്ള തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം മുതൽ തന്നെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി രാവിലെ 2 മണി മുതൽ തന്നെ KSRTC സജ്ജമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട 6 ഇടങ്ങളിലാണ് ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 6 ഇടങ്ങളിലാണ് ബലിതർപ്പണത്തിനുള്ള കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള ബസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളതും. അതേസമയം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ശംഖുമുഖത്തും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ്. ഇവർ രണ്ടിടങ്ങളിലും എല്ലാ രീതിയിലുള്ള വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്ക് യാതൊരുവിധ പ്രയാസവും കൂടാതെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതാണ് ഏറ്റവും ആശ്വാസവും. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കും KSRTCയും പ്രത്യേക സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. തിരക്ക് കൂടുതലുള്ള റൂട്ടുകളിലേക്ക് ആവശ്യാനുസരണം കൂടുതൽ സർവീസുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും 2 ദിവസം മുമ്പ് തന്നെ നേമം MLA കൂടിയായ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ എത്തി അതുമായി എല്ലാ അവലോകന യോഗങ്ങൾ 2 ദിവസം മുമ്പേ പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും പോലീസിന്റെയും മറ്റു വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ പ്രധാന കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശംഖുമുഖത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ തിരക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലീസും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിതൃസ്മരണ വിശ്വാസികൾ ഒത്തുചേരുന്ന ഒരു ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരാതിരിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ശംഖുമുഖത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അശ്വതി രാഗി, അത് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ജനം TVയുടെ 6 സ്ക്രീനുകളിൽ കാണുന്നത്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലെ ബലികർമ്മങ്ങൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ്. ഒരിക്കൽ ഊണൊക്കെ കഴിഞ്ഞ് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് അവർ ബലിയിടാനായി എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനകളോടെ ഇന്ന് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് അവർ ബലിയിടുന്നത്. ആ ശുദ്ധ സ്നാനം ചെയ്ത് കഴിയുമ്പോൾ അവർ ആ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ആ പിതൃതർപ്പണത്തിൽ വിജയകരമായി പൂർത്തിയായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് അശ്വതി ഒന്ന് ഓർക്കുക, അതായത് എത്ര മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അല്ലേ? കാരണം നമ്മൾ നമ്മുടെ പിതൃക്കളെ നമ്മുടെ വേരുകളിലേക്ക് മടങ്ങിച്ചെന്ന് അവരുടെ മോക്ഷത്തിന് വേണ്ടി ഈ ഒരു ദിവസം മാറ്റിവെച്ച് അവർ ഇന്ന് നമ്മെ കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും വെറുതെ ചെയ്യുകയല്ല, ഇന്നലെ ഒരിക്കലെടുത്ത് അങ്ങനെ വ്രതം നോറ്റ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 6 സ്ക്രീനുകളിലായി നമ്മുടെ കേരളത്തിൽ ഉടനീളം നടക്കുന്ന വിവിധ സ്ഥാനഘട്ടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നമുക്ക് എന്തായാലും ഇനി പോകേണ്ടത് ശ്യാമപ്രസാദിലേക്കാണ്. ശ്യാം ചേരുന്നത്
തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ന് അഭൂതപൂർവമായ തിരക്കാണ് എന്നുള്ളതാണ്. ഇന്ന് അഭൂതപൂർവമായ തിരക്കാണ് എങ്കിൽ എല്ലാ ദിവസവും അവിടെ ബലിതർപ്പണം നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പിതൃതർപ്പണം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് പരശുരാമ ക്ഷേത്രം എന്നുള്ളതാണ്. ശ്യാമിലേക്ക് പോകാം അല്ലേ നമുക്ക്? ശ്യാമിലേക്ക് പോകാം. ശ്യാമ, നമുക്കറിയാം ഇന്ന് എന്നൊരു പ്രത്യേകത അവിടെ ഇല്ല. അവിടെ എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്ന ക്ഷേത്രമാണ്. പിതൃക്കൾക്കായി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാം, അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യാം. എന്തായാലും ഇന്ന് എത്രത്തോളമാണ് തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അഭൂതപൂർവമായ തിരക്ക് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഈ പുലരിയിൽ അവിടെ നിന്നുള്ള കാഴ്ചകൾ? അശ്വതി, രാഖി, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ്. പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 2:30 മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 11 ബലിമണ്ഡപങ്ങളിലായിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയധികം വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പുലർച്ചെ മുതൽ തന്നെ എത്തിച്ചേർന്ന് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങുന്നൊരു കാഴ്ചയാണ് ഉള്ളത്. ഏകദേശം ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 10,000-കണക്കിന് ഭക്തരാണ് അല്ലെങ്കിൽ വിശ്വാസികളാണ് ഇവിടെ എത്തി ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിതൃക്കൾക്കെല്ലാം തന്നെ ഒരിക്കലെടുത്ത് പിറ്റേന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ സ്നാനഘട്ടങ്ങളിലും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലുമെല്ലാം തന്നെ എത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടത്താൻ തന്നെയാണ് ഓരോരുത്തരും എല്ലാ വിശ്വാസികളുമെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പുലർച്ചെ 2:30 മുതൽ ആരംഭിച്ച തിരുവല്ലത്ത് ആരംഭിച്ച ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ഈ മണിക്കൂറുകളിലും ഇവിടെ പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ 11 ബലിമണ്ഡപങ്ങളിലേക്കും കയറാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യ ഈ ഒരു സെഷൻ അല്ല, നിലവിൽ ഈ ഒരു ബലിതർപ്പണത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിശ്വാസികളെല്ലാം തന്നെ സ്നാനഘട്ടത്തിലേക്ക് ഇത്തരത്തിൽ പോകുന്ന കാഴ്ചയാണ്. ഇനി അടുത്ത ബലിതർപ്പണ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ വൃത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സമയം തന്നെ 100-ലധികം വിശ്വാസികൾക്ക് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഈ 11 ബലിമണ്ഡപങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഈ തിരുവല്ലത്ത് ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ സാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. ഒപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും കർക്കിടക വാവ് എന്ന് പറയുന്ന പ്രത്യേക ദിവസം മാത്രമല്ല, അതിന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. അങ്ങനെ വലിയ പ്രത്യേകതകൾ കൂടി ഉള്ള ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് കൂടുതൽ വിശ്വാസികൾ കൂടി എത്തുന്നു, പുലർച്ചെ മുതൽ എത്തുന്നു. ആ ഒരു പ്രത്യേക ദിനത്തിൽ കൂടിയും കൂടുതൽ വിശ്വാസികൾ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ മണിക്കൂറുകളിലും ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ADGP പി വിജയൻ IPS അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി സുരക്ഷാ കാര്യങ്ങളുമെല്ലാം തന്നെ വിലയിരുത്തുകയും നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസിന് പുറമെ KSRTC അടക്കം നിലവിൽ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ എത്തുന്ന വിശ്വാസികൾക്കെല്ലാം തന്നെ മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ പോലീസിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ 11 ബലിമണ്ഡപങ്ങളിലെയും സുരക്ഷകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകം CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലെല്ലാം തന്നെ ക്ഷേത്രം നിരീക്ഷണ വലയത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഈ സ്ഥലഘട്ടങ്ങളിലെല്ലാം തന്നെ നിലവിൽ മോഷ്ടാക്കളെല്ലാം തന്നെ കൂടുതൽ വിലസുന്നുണ്ടെന്നുള്ള ഇൻ്റലിജൻസിൻ്റെ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കൂടുതൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകൾ പുരോഗമിക്കുമ്പോഴും തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ വിശ്വാസികൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര കവാടത്തിന് മുന്നിലെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോകാനും ഒപ്പം തന്നെ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ വിശ്വാസികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ 11 ബലിമണ്ഡപങ്ങളുടെ ങ്ങളിലുമെല്ലാം തന്നെ വലിയൊരു വിശ്വാസ സമൂഹം തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ബലിതർപ്പണം ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി പിതൃമോക്ഷ പുണ്യത്തിനായി ഇവിടേക്ക് എത്തുകയും നിലവിൽ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഒരു ബലിമണ്ഡപത്തിൽ നിന്ന് പൂർത്തിയാക്കിയ ശേഷം വിശ്വാസികൾ മടങ്ങുകയാണ്. അടുത്ത
ബലിതർപ്പണ ചടങ്ങുകളിലെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പരികർമ്മികളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരുക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി വരികയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നു. നിലവിൽ ക്ലീനിങ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇലയും കിണ്ടിയും എല്ലാം വെച്ച് ഇത്തരത്തിൽ അടുത്ത ബലിതർപ്പണ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരുക്കിയ ജീവനക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അധികൃതരുമെല്ലാം തന്നെ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിന് ചുമതല വഹിക്കുന്ന അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ മേൽനോട്ട ചുമതലകളെല്ലാം തന്നെ വഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെ സബ് ഗ്രൂപ്പ് ഓഫീസർമാർക്ക് പ്രത്യേക ബലിമണ്ഡപങ്ങളുടെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സബ് ഗ്രൂപ്പ് ഓഫീസർമാർക്കും ആ ചുമതലകളെല്ലാം തന്നെ നൽകിക്കൊണ്ട് തന്നെയാണ് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും നേരിടാത്ത രീതിയിൽ തന്നെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. വിശ്വാസികൾ ഓരോരുത്തരെ അങ്ങേ ഗേറ്റിൽ നിന്ന് അങ്ങേ കവാടത്തിൽ നിന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അങ്ങേ കവാടത്തിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ഈ കിണ്ടിയും അല്ലെങ്കിൽ ഈ പൂജ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഇലയും മറ്റ് സാധന സാമഗ്രികളെല്ലാം തന്നെ നൽകി ഈ ബലിമണ്ഡപത്തിനകത്തേക്ക് കടത്തിവിടുന്ന കാഴ്ചയാണ്. ഈ ബലിമണ്ഡപത്തിന് ഉള്ളത് നിലവിൽ 5ാമത്തെ ബലിമണ്ഡപത്തിന് അകത്താണ്. ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന 5ാമത്തെ ബലിമണ്ഡപത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ മണ്ഡപത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടേക്ക് വിശ്വാസികളെല്ലാം തന്നെ വെള്ളവുമായി കടന്നെത്തുകയും ചെയ്യും. തുടർന്ന് ഇല അടക്കം നൽകി അരി അടക്കം നൽകി ചോറടക്കം നൽകി ഇവർക്ക് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം നമുക്കറിയാൻ തന്നെ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എന്നാൽ കർക്കിടക ബാഹുബലിയോടനുബന്ധിച്ച് കൂടുതൽ ഭക്തരെത്തി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളെത്തി മടങ്ങുന്നു എന്നത് ഒരു അപൂർവത കൂടിയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഈ മണിക്കൂറുകളിലും സാക്ഷ്യം വഹിക്കുന്നത്.